വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച മറ്റു വാർത്തകളിലേക്ക്. സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ചിലങ്ക അണിഞ്ഞപ്പോഴെല്ലാം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത്തവണ ഉത്തരവാദിത്വ കലോത്സവം എന്ന ആശയവുമായാണ് കലോത്സവം നടക്കുന്നതെന്ന് ജില്ലയുടെ മന്ത്രി കൂടിയായ കെ രാജൻ പറഞ്ഞു. ഉദ്ഘാടന വേദിയിൽ ജീവൻ ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനപ്രാതിനിധ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഉത്സവമായി ഇതിനെ മാറ്റാൻ പറ്റി. ഇത് നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ്. നേരത്തെ പറയുന്നത് കേട്ടു, ഓരോ പ്രത്യേകതകളും ഓരോ വർഷവും തൃശ്ശൂർ നടക്കുമ്പോൾ ഉണ്ടായി. മാനുവൽ എന്നൊരു സംഭവം ഉണ്ടായി കുട്ടികൾക്ക് വേണ്ടി. പ്രതിഭ ഇവിടെ ഉണ്ടായി. ഇത്തവണ എന്താണ് ഇവിടെ വെച്ചിട്ടുണ്ടായ ഒരു പുതുമ? എന്തെങ്കിലും ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതുമ ഇതൊരു ഉത്തരവാദ കലോത്സവം എന്നൊരു ആശയത്തിലേക്ക് കടന്നു. റെസ്പോൺസിബിൾ ഫെസ്റ്റിവൽ എന്ന ഒരു പുതിയ ആശയം. കുട്ടികൾ എല്ലാവരോടും ഉത്തരവാദിത്വമുള്ള ഒരു തലമുറ കമ്പോളവൽക്കരണ കാലത്ത് ഉയർന്നു വരിക, അത് സഹജീവികളോടുള്ള സ്നേഹം, സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം, നാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എല്ലാം കൂട്ടി ഉത്തരവാദിത്വപ്പെട്ട കുട്ടികളായി മാറാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും 64ാമത് കലോത്സവം. തീർച്ചയായും മന്ത്രി പറഞ്ഞതുപോലെ ഇത് ഒരു പ്രത്യേക വ്യക്തിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ അല്ല. ജനങ്ങളുടെ ഉത്സവമാണ്, കേരളത്തിൻ്റെ ഉത്സവമാണ്, നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും ഉത്സവമാണ്. അപ്പോൾ ഈ പൂരനഗരി അത്രത്തോളം ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ്. തൃശ്ശൂർ പൂരനഗരിയിൽ നിന്ന്, അങ്ങനെ തന്നെ പറയട്ടെ, പൂരനഗരിയിൽ നിന്ന് തന്നെ, ഉത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ ജോസഫ് പനച്ചിക്കലിനൊപ്പം അജീഷ് അത്തോളി, ജീവൻ ന്യൂസ്.